നമസ്കാരം. സ്റ്റഡ്സ് നിർമ്മാണത്തെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. സ്റ്റഡിൻ്റെ എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യുന്നതിനായി ബ്ലാങ്ക് സ്പേസ് ഫയൽ ചെയ്യുക. സ്റ്റഡിൻ്റെ ത്രെഡ് അറ്റത്ത് ഷാംഫർ ചെയ്യുക. സ്റ്റഡ്സിൽ ബാഹ്യ ത്രെഡ് കട്ട് ചെയ്യുന്നതിനാവശ്യമായ നീളം മാർക്ക് ചെയ്യുക. ഡൈസ്റ്റോക്ക് എന്നിവ ഉപയോഗിച്ച് ബാഹ്യ ത്രെഡ് കട്ട് ചെയ്യുക. സ്ക്രൂ പിച്ച് ഗേജ് ഉപയോഗിച്ച് ബാഹ്യ ത്രെഡ് പരിശോധിക്കുക. കട്ടിംഗ്, ബെൻഡിംഗ്, അസംബ്ലിംഗ് പ്രക്രിയകളിലൂടെ മെറ്റൽ രൂപങ്ങൾ സൃഷ്ടിക്കുന്ന പ്രവർത്തനമാണ് മെറ്റൽ ഫാബ്രിക്കേഷൻ. വിവിധ അസംസ്കൃത വസ്തുക്കളിൽ നിന്ന് മെഷീൻസ്, പാർട്സ്, സ്ട്രക്ചേഴ്സ് എന്നിവയുടെ നിർമ്മാണം ഉൾപ്പെടുന്ന ഒരു മൂല്യവർദ്ധിത പ്രക്രിയയാണിത്. രണ്ടോ അതിലധികമോ ഒബ്ജക്റ്റുകളെ മെക്കാനിക്കലി ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഘടിപ്പിക്കുന്ന ഒരു ഹാർഡ്വെയർ ഉപകരണമാണ് ഫാസ്റ്റ്നർ. പൊതുവെ സ്ഥിരമല്ലാത്ത ജോയിൻറ്റുകൾ സൃഷ്ടിക്കാൻ ഫാസ്റ്റ്നർ ഉപയോഗിക്കുന്നു. അതായത് ജോയിൻ ചെയ്യുന്ന കോമ്പണൻറ്റിന് കേടുപാടുകൾ വരുത്താതെ നീക്കം ചെയ്യാനോ ഡിസ്മാൻഡിൽ ചെയ്യാനോ സാധിക്കുന്ന ജോയിൻറ്റുകൾ. വിവിധ തരം ഫാസ്റ്റ്നേഴ്സ് ഇവയൊക്കെയാണ്: നട്ട്സ്, ബോൾട്സ്, സ്ക്രൂസ്, വാഷേഴ്സ്, കീ ആൻഡ് കീവേസ്, സ്റ്റഡ്സ്, റിവറ്റ്സ്, ആങ്കേഴ്സ്, നെയിൽസ്, ഇൻസെർട്സ്, റീറ്റെയിനിങ് റിങ്സ്, ക്ലെവിസ് പിൻസ് ആൻഡ് കോട്ടർ പിൻസ്. സ്റ്റഡ്സ് ഹെഡ് ഇല്ലാതെ രണ്ടറ്റത്തും ത്രെഡുകളുള്ള താരതമ്യേന നീളമുള്ള റോഡാണ് സ്റ്റഡ്. താഴത്തെ ഭാഗം കൃത്യമായി നിലനിർത്തിക്കൊണ്ട് നെട്ട് അഴിച്ചു മുകളിലെ ഭാഗം നമുക്ക് വേർതിരിക്കാം എന്നതാണ് ഇതിൻ്റെ പ്രധാന നേട്ടം. ഇവ പ്രധാനമായും 3 തരത്തിലാണ്. റൗണ്ട് സ്റ്റഡിൽ മധ്യഭാഗവും റൗണ്ടാണ്. സ്ക്വയർ സ്റ്റഡിൽ മധ്യഭാഗം സ്ക്വയർ ആയി സൂക്ഷിക്കുന്നു. കോളാർ ടൈപ്പ് സ്റ്റഡിൽ മധ്യഭാഗത്തു നിന്ന് അല്പം അകലെ ഒരു കോളാർ ഘടിപ്പിച്ചിരിക്കുന്നു. ഇനി നമുക്ക് സ്റ്റഡ് തയ്യാറാക്കുന്നത് പഠിക്കാം. 15 mm ഡയമീറ്റർ ഉള്ള ഒരു വർക്ക് പീസ് 130 mm നീളത്തിൽ മുറിക്കുക. വർക്ക് പീസ് 3 ജോ ചക്കിൽ ഹോൾഡ് ചെയ്യുക. വർക്ക് പീസിൻ്റെ ഒരു വശത്ത് ഫേസിംഗ് ഓപ്പറേഷൻ നടത്തുക. റൗണ്ട്നെസ് ലഭിക്കുന്നതിന് പ്ലെയിൻ ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക. വർക്ക് പീസിൻ്റെ പകുതി ഭാഗം 10 mm ഡയമീറ്റർ സൈസ് ലഭിക്കാൻ അത് ടേൺ ചെയ്യുക. വർക്ക് പീസ് തിരിച്ച് മറുപകുതിയിൽ 10 mm ഡയമീറ്ററിലേക്ക് കുറക്കുന്നതിനായി പ്ലെയിൻ ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക. M10 ത്രെഡ് സൈസിനും 1.25 mm പിച്ചിനും ബ്ലാങ്ക് സൈസ് 9.875 mm ആയിരിക്കും. 9.875 mm ബ്ലാങ്ക് സ്പേസ് ലഭിക്കാൻ വർക്ക് പീസ് ടേൺ ചെയ്യുക. പാർട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് വർക്ക് പീസ് 85 mm നീളത്തിൽ പാർട്ട് ഓഫ് ചെയ്യുക. മൊത്തത്തിൽ 80 mm നീളം ലഭിക്കാൻ ഫേസിംഗ് ഓപ്പറേഷൻ നടത്തുക. 2 mm × 45 ഡിഗ്രി എന്ന അളവിൽ റോഡിൻ്റെ ഒരറ്റം ഷാംഫർ ചെയ്യുക. വർക്ക് പീസ് തിരിച്ച് അത് 3 ജോക്ക് ചക്കിലേക്ക് ഫിക്സ് ചെയ്യുക. 2 mm × 45 ഡിഗ്രി എന്ന അളവിൽ റോഡിൻ്റെ മറ്റേ അറ്റം ഷാംഫർ ചെയ്യുക. വർക്ക് പീസിൻ്റെ സിലിണ്ടർ സർഫേസിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക.
ഒരു ആംഗിൾ പ്ലേറ്റ് സപ്പോർട്ടിൽ വർക്ക് പീസ് സർഫസ് ടേബിളിൽ വയ്ക്കുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് സിലിണ്ടറിക്കൽ വർക്ക് പീസിൻ്റെ സർഫസിൽ 15 mm, 55 mm ഉയരങ്ങളിൽ ലൈൻ മാർക്ക് ചെയ്യുക. എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വിറ്റ്നസ് മാർക്ക് പഞ്ച് ചെയ്യുക. അലൂമിനിയം വൈസ് ക്ലാമ്പിനൊപ്പം സിലിണ്ടറിക്കൽ റോഡ് ബെഞ്ച് വൈസിൽ 90 ഡിഗ്രിയിൽ പിടിക്കുക. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് 90 ഡിഗ്രി പരിശോധിക്കുക. ഡൈ സ്റ്റോക്കിൽ M10 സർക്കുലർ സ്പ്ലിറ്റ് ഡൈ സെറ്റ് ചെയ്യുക. സിലിണ്ടറിക്കൽ റൗണ്ട് റോഡിൻ്റെ ഒരറ്റത്ത് സ്പ്ലിറ്റ് ഡൈ വയ്ക്കുക. ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും കറക്കി എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യുക. ഡൈ സ്റ്റോക്കിൽ തുല്യമായ മർദ്ദം പ്രയോഗിച്ച് ക്ലോക്ക് വൈസിൽ കറക്കി ഡൈ സ്റ്റഡ് ബ്ലാങ്കിൽ മുന്നോട്ട് നീക്കിയ ശേഷം ചിപ്സ് ബ്രേക്ക് ചെയ്യാൻ ഡൈ കുറച്ചു ദൂരം റിവേഴ്സ് ചെയ്യുക. മുമ്പത്തെ നടപടിക്രമം അനുസരിച്ച് ആവശ്യമായ 15 mm നീളത്തിൽ എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യുക. പെട്രോൾ ഉപയോഗിച്ച് ത്രെഡ് വൃത്തിയാക്കുക. അനുയോജ്യമായ സ്ക്രൂ പിച്ച് ഗേജ് ഉപയോഗിച്ച് ത്രെഡ് പരിശോധിക്കുക. അതുപോലെ റോഡിൻ്റെ മറ്റേ അറ്റത്ത് ആവശ്യമായ 25 mm നീളത്തിൽ ത്രെഡ് കട്ടിംഗ് പ്രക്രിയ ആവർത്തിക്കുക. അനുയോജ്യമായ സ്ക്രൂ പിച്ച് ഗേജ് ഉപയോഗിച്ച് ത്രെഡ് പരിശോധിക്കുക. ബർസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീക്കം ചെയ്യാൻ ത്രെഡ് വൃത്തിയാക്കുക. കുറച്ച് ഓയിൽ പുരട്ടി മൂല്യനിർണ്ണയത്തിനായി സൂക്ഷിക്കുക. നമ്മൾ പഠിച്ചത് ഒന്നുകൂടി നോക്കാം. സ്റ്റഡ്സിൻ്റെ എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യുന്നതിനായി ബ്ലാങ്ക് സ്പേസ് ഫയൽ ചെയ്യുക. സ്റ്റഡ്സിൻ്റെ ത്രെഡ് അറ്റത്ത് ഷാംഫർ ചെയ്യുക. സ്റ്റഡ്സ് ബാഹ്യ ത്രെഡ് കട്ട് ചെയ്യുന്നതിന് ആവശ്യമായ നീളം മാർക്ക് ചെയ്യുക. ഡൈ സ്റ്റോക്ക് എന്നിവ ഉപയോഗിച്ച് ബാഹ്യ ത്രെഡ് കട്ട് ചെയ്യുക. സ്ക്രൂ പിച്ച് ഗേജ് ഉപയോഗിച്ച് ബാഹ്യ ത്രെഡ് പരിശോധിക്കുക. അപ്പോൾ ഇത്രയുമാണ് സ്റ്റഡ്സ് നിർമ്മാണത്തെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ആശയങ്ങളും എക്സസൈസും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.